സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചിത്രശിലാപാളികൾ, ഇതിൻ്റെ ചരണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിനെ കുറിച്ചുള്ളത്. പിന്നെ നമ്മൾ തിയറിയിലേക്ക് അങ്ങനെ പോകണ്ട, പ്രാക്ടിക്കൽ അത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എടുത്തരാം ഞാൻ. നീയാം ഗായിക, നീയാം ഗായിക, പഴയ സ്വരങ്ങൾ തന്നെയാണേ. തമ്പുരു മീട്ടും നീയ, സ്വരം പറഞ്ഞു തരാം. നീയാം പസനി സനിമ, നീയാം പസനി സനിമ, നീയാം ഗായിക പാപ ഗായിക, തമ്പുരു പസനി സനിമ, തമ്പുരു പസനി സനിമ, മീട്ടും പാപ മീട്ടും. മനസ്സിലായോ? നീയാം ഗായിക തമ്പുരു മീട്ടും, നീയാം ഗായിക തമ്പുരു മീട്ടും. നവരാത്രി നവരാത്രി, അവിടെ മമനി പനിനി, നവ നവയ്ക്ക് മമ തന്നെ കൊടുക്കണം. നവരാത്രി മമനി പനിനി, നവരാത്രി മണ്ഡപത്തിൽ. പ്ലെയിൻ നോട്ട് സാനെ നിരിസ, സാനെ സനിഗ്രിസ, മണ്ഡപത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? നവരാത്രി മമനി പനിനി. സ്ലോലാവുമ്പോൾ കറക്റ്റ് സ്വരസ്ഥാനങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. നവരാത്രി മണ്ഡപത്തിൽ, സാനി സനിഗ്രിസ, മണ്ഡപത്തിൽ. നവരാത്രി മണ്ഡപത്തിൽ. സ്വരം മമനി പനിനി, നവരാത്രി മമനി പനിനി, നവരാത്രി മമനി പനിനി, മമനി പനിനി, മണ്ഡപത്തിൽ. സാനി സനി ഗരീസ, സാനി സനി ഗരീസ, മണ്ഡപത്തിൽ. സാനി സനി ഗരീസ, മണ്ഡപത്തിൽ. ഡപത്തിൽ. അടുത്തത് നിന്റെ നിസ നിസാനി, നിസ നിസാനി, നിന്റെ രതി സുഖ രതി സുഖ, നിസനിപ്പ നിസനിപ്പ, നിസനിപ്പ, ദപദ ദപ സാരേ സാരേ, ദപദ ദപ സാരേ. ഇത് സിനിമയിലുണ്ട്, സിനിമയിൽ ഉള്ളതാണത്. അപ്പം നമ്മൾ റേഡിയോയിലോ മറ്റ് റെക്കോർഡിലൊക്കെ കേൾക്കുന്നത് ഈ ഒരു സംഭവം ഇല്ല. അപ്പൊ സിനിമയിലുള്ള ഈ ഒരു സംഗതിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു തരാം. നന്നായി പാടണം. എങ്ങനെ വരും? സാരേ ദപദ ദപ, ശബ്ദം വരരുത് ഇതിലേക്ക്. നിന്റെ നിസ നിസാനി, രതി സുഖ രതി സുഖ, നിസനിപ്പ സാരേ ദപദ ദപ. വളരെ ശ്രദ്ധിക്കണം. ദപദ ദപ സാരേ സാരേ, നിന്റെ
പ സാ രേ ദ പ ദ ദ പ സാ രേ. ഓക്കെ. നിന്റെ നിസ നിസാനി രതി സുഖ സാ രേ ദ പ ദ ദ സാ രേ ദ പ ദ ദ ദ പ ദ ദ സാ രേ രതി സുഖ നിസ നി പ സാ രേ ദ പ ദ ദ. കേട്ടി പദ നി സ ധ നി പ പദ നി സ ധ നി പ പ ധ നി സ ധ നി പ. കേട്ടി പദ നി സ ധ നി പ. ഒന്നുകൂടി നന്നാക്കല്ലേ നമുക്ക്. ശരി. നിന്റെ നിസ നിസാനി രതി സുഖ നിസ നി പ രതി സുഖ സാ രേ ദ പ ദ ദ സാ രേ ദ പ ദ ദ. കേട്ടി പദ നി സ ധ നി പ പദ നി സ ധ നി പ. കേട്ടി ടെന്റെ എന്ന് വരുന്നത് മാനി മാപ്പ മാനി മാപ്പ ടെന്റെ. കേട്ടിട്ടെന്റെ പദ നി സ ധ നി പ മാനി മാപ്പ മാനി മാപ്പ. ഇങ്ങനെ പറയാം. മാനി മാപ്പ കേട്ടിട്ടെന്റെ. അതൊന്നും കൂടി നന്നാക്കി കാണാം അല്ലേ. രതി സുഖ സാ രേ കേട്ടിട്ടെന്റെ മാനി മാപ്പ മാനി മാപ്പ ടെന്റെ തപസിളകി ഗരി മമ പ മഗരി മമ പ. തപസ് ഇളകി ഗരി മമപ്പ മകരി മമപ്പ എന്ന് പറയും. കേട്ടി പദ നി സ ധ നി പ കേട്ടിട്ടെന്റെ മനസ്സിളകി പദ നി സ ധ നി പ മാനി മാപ്പ ഗരി മമ പ മഗരി മമ പ. മനസ്സിലായോ? കേട്ടിട്ടെന്റെ മനസ്സിളകി രതി സുഖ സാ രേ കേട്ടിട്ടെന്റെ മനസ്സിളകി. കാമിനി ഈ അവിടൊക്കെ നിങ്ങൾക്ക് തന്ന സ്വര. കാമിനി എന്റെ മനസ്സിളകി എന്റെ മനസ്സിളകി. ഇതൊക്കെ അനുപല്ലവി കേട്ട് പഠിച്ചോളി. റെഡിയാ സ്വരം. മനസ്സിലായില്ലേ? അവസാനം ചിത്രശിലാപാളികൾ മൊത്തം പാടിയിട്ട് ലാസ്റ്റ് തീർക്കുന്നത് ശ്രീകോവില അവിടെ കുറച്ചുകൂടി ആ ഉകാരം ഊന്നി പറയണം. സഗമ പ ശ്രീകോവില ഗം മപനി സരിനി ഗം മപനി സരിനി മപനി സരിനി മപനി സരിനി. അത് വേണമെങ്കിൽ മപനി സരിനി ഗം. അപ്പൊ ഒന്നുകൂടി ശ്രീകോവില ഗം മപനി സരിനി മപനി സരിനി ശ്രീകോവില ഗം
ഞാൻ തീർത്തു ദപദ പാപ ശ്രീകോവില ഒന്ന് നന്നാക്കി പാടാം. ശ്രീകോവില ഗം മവനെ സരണി മവനെ സഗരിനി മവനെ സഗരിനി ഗം ഞാൻ തീർത്തു. ഒറ്റ പ്രാവശ്യം കൂടി. ശ്രീകോവില സഗമ പപ ശ്രീകോവില മവനെ സരണി മവനെ സഗരിനി ഗം ഗം ഞാൻ തീർത്തു ദപദ പാപ ഞാൻ തീർത്തു. ദയവ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ പഠിച്ചെടുക്കുക. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. സ്റ്റോറേജ് ഇതിൽ കൂടിയിട്ട് മോള് പറയുന്നുണ്ട് അത് കട്ടാവും പെട്ടെന്ന് നിർത്താൻ. അതുകൊണ്ട് എല്ലാം ഫോണായിട്ടുള്ള കടികളാണല്ലോ, ഞാൻ വേഗം നിർത്തുകയാണ്, ഫോൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പാടുക, വളരെ നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്നായിട്ട് വളരെ പ്രാർത്ഥിച്ചിട്ട് പഠിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്യാൻ ഇന്നലൊക്കെയുള്ളൂ ഇതൊക്കെ വരിക. മെഡിറ്റേഷൻ ചെയ്ത് പുലർച്ചയ്ക്ക് അതൊക്കെ ചെയ്ത് നമ്മൾ ഒരു നല്ലൊരു മനസ്സോടെ പ്രാക്ടീസ് ചെയ്യാനും പുറത്തേക്ക് ഇറങ്ങിയാലും ഒക്കെ നമുക്ക് നല്ല സബ്ജക്റ്റിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് പാട്ടും അതിൻ്റെ കൂടെ നല്ല ആത്മാർത്ഥമായി കൊണ്ടുപോയി പഠിക്കുക. ഇതിൽ നന്നായി പാടി ഞാനൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പാടുന്ന കേട്ട് സന്തോഷിക്കട്ടെ. ശരി.